ബോഡി മാനേജ്മെന്റ്. എപ്പോഴും വ്യായാമമോ യോഗാസനമോ ചെയ്യുന്നതിന് മുൻപ് ശരീരം അയവും വലിച്ചിലും കൊടുക്കുന്ന രീതിയിൽ ഉണ്ടാകണം എന്നത് വളരെ പ്രധാനമാണ്. പൊതുവെ നമ്മുടെ ശരീരം വഴങ്ങിക്കൊടുക്കില്ല. ശരീരത്തിന്റെ അത്തരം അവസ്ഥയിൽ നിങ്ങൾ അഥവാ എന്തെങ്കിലും വ്യായാമം ചെയ്താലും വേദന അനുഭവപ്പെടാൻ ഇടയുണ്ട്. യോഗാസനം ചെയ്യാൻ തീരുമാനിച്ചാൽ 3 ദിവസം മുൻപ് തന്നെ നിങ്ങളുടെ ശരീരത്തെ അതിന് തയ്യാറാക്കണം. അതിനുശേഷം യോഗാസനം തുടങ്ങാം. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക, ഒരിക്കലും നിങ്ങളുടെ കഴിവിനുപരി ശ്രമിക്കരുത്. നമുക്ക് സാധിക്കുന്നിടത്തോളം മാത്രമേ ഏതൊരാസനവും ചെയ്യാൻ പാടുള്ളൂ. യോഗാസനത്തിൽ ഏതെങ്കിലും ആസനമോ പ്രാണായാമമോ ചെയ്യുമ്പോൾ എന്തെങ്കിലും അസ്വസ്ഥതയോ വേദനയോ സമ്മർദ്ദമോ അനുഭവപ്പെട്ടാൽ വിശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് പ്രത്യേകം ഓർമ്മിക്കുക. ഇത് അർത്ഥമാക്കുന്നത് എന്തെന്നാൽ പ്രാണായാമം ചെയ്യുന്നത് പോലെയും യോഗ പോലെയും വിശ്രമിക്കാനെടുക്കുന്ന സമയവും വളരെയധികം പ്രധാനപ്പെട്ടതാണ് എന്നാണ്. കഴുത്തിന്റെ ചലനങ്ങൾ. കൈകൾ രണ്ടും അരക്കെട്ടിൽ വയ്ക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ മെല്ലെ കഴുത്ത് കുനിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കഴുത്ത് മെല്ലെ നിവർത്തുക. പിന്നീട് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കഴുത്ത് പുറകോട്ട് വളയ്ക്കുക. ഇത് 5 പ്രാവശ്യം ആവർത്തിക്കുക. ശ്വാസം ആഞ്ഞു വലിക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ കഴുത്ത് വലത് ഭാഗത്തേക്ക് തിരിക്കുക. നിങ്ങളുടെ താടി വലത് തോളിൽ തൊടുന്നതുപോലെ വയ്ക്കുക. മെല്ലെ ശ്വാസം വലിച്ച് കഴുത്ത് നേരെ കൊണ്ടുവരിക. ഉച്ഛ്വസിക്കുമ്പോൾ കഴുത്ത് ഇടത് ഭാഗത്തേക്ക് തിരിക്കുക. താടി ഇടത് തോളിൽ മുട്ടട്ടെ. ഈ അഭ്യാസം 5 തവണ ആവർത്തിക്കുക. ഇപ്പോൾ കഴുത്ത് നേരെയാണ്. ഉച്ഛ്വസിക്കുമ്പോൾ കഴുത്ത് വലത് ഭാഗത്തേക്ക് നന്നായി ചായ്ക്കുക. വലത് ചെവി വലത് തോളിൽ മുട്ടട്ടെ. തോൾ ഉയർത്താൻ പാടില്ല. കഴുത്തു മാത്രമേ ചായ്ക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ശ്വാസം വലിക്കുക. കഴുത്ത് നേരെ കൊണ്ടുവരിക. ഉച്ഛ്വസിക്കുമ്പോൾ കഴുത്ത് ഇടത് ഭാഗത്തേക്ക് ചായ്ക്കുക. ഇടത് ചെവി ഇടത് തോളിൽ മുട്ടട്ടെ. ഇങ്ങനെ 5 പ്രാവശ്യം ആവർത്തിക്കുക. കഴുത്ത് നേരെ വയ്ക്കുക. ഇപ്പോൾ ശ്വാസം ആഞ്ഞു വലിക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ കഴുത്ത് താഴേക്ക് കുനിക്കുക. ശ്വാസം വലിക്കുമ്പോൾ വലതുഭാഗത്ത് നിന്ന് കഴുത്ത് കറക്കി പിൻവശത്തേക്ക് കൊണ്ടുപോവുക. അതുപോലെ ഉച്ഛ്വസിക്കുമ്പോൾ ഇടതുഭാഗത്ത് നിന്ന് കഴുത്ത് കറക്കി വളച്ച് മുൻവശത്തേക്ക് കൊണ്ടുവരിക. ഇതേപോലെ 5 തവണ കഴുത്തിങ്ങനെ കറക്കുക. പകുതി കറങ്ങുമ്പോൾ ശ്വാസം വലിക്കുക. അടുത്ത പകുതി കറങ്ങുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുക. ഇങ്ങനെ ക്ലോക്ക് വൈസായി 5 തവണയും ആന്റി ക്ലോക്ക് വൈസായി 5 തവണയും ചെയ്യുക. തോളിന്റെ ചലനം. ഈ പരിശീലനം ചെയ്യുമ്പോൾ തല കറങ്ങുന്നതുപോലെ ഒരുപക്ഷെ തോന്നിയേക്കാം. അതുകൊണ്ട് വിഷമിക്കേണ്ട. കണ്ണുകൾ തുറന്നു വെച്ചുകൊണ്ട് തന്നെ ഈ പരിശീലനം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ റിലാക്സ് ചെയ്യുമ്പോൾ കണ്ണുകൾ അടയ്ക്കുക. ഈ സമയത്ത് കഴുത്തിലെ മാംസപേശികളിൽ ചലനമോ സ്പന്ദനമോ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. കഴുത്ത് അയഞ്ഞതായും ഫ്ലെക്സിബിളായും നിങ്ങൾക്ക് അനുഭവപ്പെടും. രക്തസമ്മർദ്ദം നോർമലായി കാണപ്പെടും. കാലുകൾ തോളുകളുമായി നേർരേഖയിൽ വരുന്നതുപോലെ അകത്തിവെക്കുക. ശരീരം അയഞ്ഞിരിക്കട്ടെ. ഈ പരിശീലനത്തിൽ ശ്വാസോച്ഛ്വാസത്തിന് പ്രത്യേക രീതികളൊന്നും തന്നെയില്ല. ഇപ്പോൾ തോളുകൾ മുകളിലേക്ക് ഉയർത്തുക. ഉടനെ താഴെയിടുക. ഇങ്ങനെ കുറഞ്ഞത് 10 തവണയെങ്കിലും ചെയ്യുക. ഇപ്പോൾ തോളുകൾ വട്ടത്തിൽ കറക്കാം. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ ഇറുക്കവും മടിയും കുറഞ്ഞതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇങ്ങനെ 10 തവണ കറക്കിയതിനു ശേഷം ആന്റി ക്ലോക്ക് വൈസായി വീണ്ടും 10 തവണ കറക്കുക.
തോളിന്റെയും നെഞ്ചിന്റെയും ചലനങ്ങൾ. 2 കൈകളും തോളിൽ വയ്ക്കുക. 2 കൈമുട്ടുകളും മുൻഭാഗത്തേക്ക് ചേർത്ത് കൊണ്ടുവരിക. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ കൈമുട്ടുകൾ മുകളിലേക്ക് ഉയർത്തി പിൻവശത്തേക്ക് കൊണ്ടുപോവുക. ഉച്ഛ്വസിക്കുമ്പോൾ പിൻവശത്ത് നിന്ന് കറക്കി മുന്നിലേക്ക് കൊണ്ടുവരിക. 2 കൈമുട്ടുകളും മുൻവശത്ത് ഒന്നിച്ചു വരുന്നതുപോലെ ആകട്ടെ. ഈ പരിശീലനം 5 തവണ ചെയ്യുക. ആന്റി ക്ലോക്ക് വൈസായി 5 തവണ ആവർത്തിക്കുക. കൈകൾ താഴെ കൊണ്ടുവന്ന് റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്യുമ്പോൾ ശരീരം അയവുള്ളതായിരിക്കും. തോളിലെയും നെഞ്ചിലെയും മാംസപേശികളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ചലനമോ സ്പന്ദനമോ തോന്നിയാൽ ആ സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുക.